ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും സ്റ്റിക്കർ ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കല്ലേ, എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ അതിനായിട്ടൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എയർ4 ഷീറ്റ് എടുക്കാം കേട്ടോ. ഞാനിപ്പം എയർ4 ഷീറ്റ് എടുക്കുന്നില്ല, നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള നോട്ട്ബുക്കിലെ പേപ്പറാട്ടോ എടുക്കുന്നത്. അപ്പം അത് ഞാനൊരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് നമുക്ക് വരച്ചെടുക്കാം. ഞാൻ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ നമ്മൾ പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്പിനകത്ത് കുറേ അധികം പിക്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ അതിനകത്ത് നിന്ന് എടുക്കാം. അപ്പോൾ അതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഞാൻ നമ്മളെ ആ ഫോണിൽ നിന്ന് ആ ഫോണിനകത്ത് നമ്മളതിൻ്റെ മുകളിൽ നമ്മുടെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അച്ചടിച്ചെടുത്തില്ല, അതേപോലെ കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വേണമെങ്കിൽ വരച്ചെടുക്കാം. അങ്ങനെ ഞാൻ സാർട്ടിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട 2-3 പിക്കൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഫോണിൽ നിന്ന് വെച്ചിട്ട് അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചത്തിൽ നിന്ന് അങ്ങനെ എടുക്കുന്നുണ്ട്, നന്നായി ക്ലിയറായി തിരിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കളർ ചെയ്യാനുള്ളതാണ് നമ്മളെ പരിപാടി. അപ്പം ഞാനങ്ങനെ ഇങ്ങനെ ആ പിക്ചേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള കളേഴ്സൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. എനിക്കത് കുറച്ച് ദൂരെ നിന്ന് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് മര്യാദക്ക് തിരിയുന്നില്ലെന്ന് വിചാരിക്കുന്നു. മീൻസ് നല്ല വെളിച്ചമായതുകൊണ്ട്, ഭയങ്കര വെളിച്ചമായതുകൊണ്ട് മര്യാദക്ക് തിരിയുന്നുണ്ടായിരുന്നില്ലല്ലേ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടിയിൽ ഇങ്ങനെ ബുക്ക് വെക്കാണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാൻ അടിയിൽ ഇങ്ങനെ പേപ്പറാണല്ലോ, അപ്പോൾ അടിയിൽ അങ്ങനെ ബുക്ക് വെച്ചിട്ട് അങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പെൻസിൽ വെച്ച് അത് വരച്ചല്ലോ, അപ്പോൾ അതിന് മുകളിൽ കൂടെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്യാം. ഞാൻ സ്കെച്ച് പെന്നല്ല, ഞാൻ പേന വെച്ചിട്ടാണ്. ഇങ്ങനെ സ്കെച്ച് വെച്ചാക്കുമ്പോൾ ഇങ്ങനെ വല്ലാണ്ടങ്ങ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാ പെന്ന് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പെന്ന് വെച്ചാകുമ്പോൾ ഈ ക്രയോൺസിൻ്റെ മുകളിൽ പെണ്ണത്ര ഇതാവുന്നില്ല, അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ കണ്ണും അങ്ങനെ നമ്മൾ ചെയ്ത സ്റ്റിക്കേഴ്സിൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പിക്ചേഴ്സിനൊക്കെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വരച്ചൊക്കെ ഔട്ട്ലൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സെല്ലോ ടേപ്പ് മീൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. മീൻസ് നമുക്കിതും കൂടെ കുറച്ചും കൂടെ വീതിയുള്ള സെല്ലോ ടേപ്പ് ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് കേട്ടോ. അപ്പം ഇതിൻ്റെ കയ്യിൽ വീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഒട്ടിച്ച് പിന്നെ സൈഡ് അങ്ങനെ ഒട്ടിക്കേണ്ടി വന്നു. അപ്പം കുറച്ച് വീതിയൊക്കെ ഉള്ളതാണെങ്കിൽ ഒട്ടിക്കുമ്പം ഒരു വട്ടം തന്നെ ഒട്ടിച്ചതൊക്കെ ഇതാവും അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഒന്നിന് മാത്രമായിട്ടാണ് കേട്ടോ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാത്തിലും നിങ്ങൾക്ക് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് ഉണ്ടാക്കിയിരിക്കാനാണ്. അപ്പം ഞാൻ ഇതേപോലെ നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കറിനകത്ത് തന്നെ ഇങ്ങനെ പുറത്തിങ്ങനെ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ തിരുമാനുള്ള സ്റ്റിക്കർ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, ആ ഒരു വൈറ്റ് കളർ അവിടെ ഇങ്ങനെ കാണണം, നല്ലൊരു സ്റ്റിക്കർ എന്നൊക്കെ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. പിന്നെ ഞാൻ പേപ്പറിന് കട്ട് ചെയ്യാമെന്ന് വെച്ചാണെങ്കിൽ നമ്മളിങ്ങനെ പേപ്പറിന് ഇങ്ങനെ കുറച്ച് നമ്മൾ ആ സ്റ്റിക്കറിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും. അല്ലാതെ നമ്മൾ പേപ്പറിനകത്ത് തന്നെ മീൻസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന് മീൻസ് ഇങ്ങനെ എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലത്തെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നത്. ടാറ്റാ ബൈ.